നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് തൃശൂർ ജില്ലയിൽ ആളുകളെ ഞെട്ടിച്ച ഒരു വലിയ തട്ടിപ്പ് നടന്നു. ഇരിഞ്ഞാലക്കുട കേന്ദ്രീകരിച്ച് നടന്ന ഈ തട്ടിപ്പിനെയാണ് നമ്മൾ ഇറീഡിയം തട്ടിപ്പ് എന്ന് പറയുന്നത്. ഏകദേശം 500 കോടി രൂപയുടെ തട്ടിപ്പാണ് ഇവിടെ നടന്നതെന്ന് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. സാധാരണക്കാരായ എത്രയോ പേരുടെ ജീവിതകാലത്തെ സമ്പാദ്യം മുഴുവൻ ഈ തട്ടിപ്പിലൂടെ നഷ്ടപ്പെട്ടു. ഇറീഡിയം ബിസിനസ് ആണെന്ന് പറഞ്ഞാണ് വലിയ ലാഭം കിട്ടുമെന്ന് വാഗ്ദാനം ചെയ്ത് ഈ തട്ടിപ്പുകാർ ആളുകളെ പറ്റിച്ചത്. നമ്മുടെ അന്ധവിശ്വാസങ്ങളെയും പെട്ടെന്ന് പണക്കാരനാകാനുള്ള അത്യാഗ്രഹത്തെയും ഇവർ ഒരുപോലെ മുതലെടുത്തു. ഈ തട്ടിപ്പിന്റെ വ്യാപ്തി ശരിക്കും നമ്മളെ ചിന്തിപ്പിക്കേണ്ട ഒന്നാണ്. ഇറീഡിയം തട്ടിപ്പിന്റെ കഥയിലേക്ക് കടക്കാം. നമസ്കാരം, ഞാൻ രഞ്ജിത് കൃഷ്ണൻ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് ഇറീഡിയം തട്ടിപ്പ് എന്ന് പറയാം. ഇറീഡിയം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു മെറ്റലാണ്. പക്ഷെ ഈ തട്ടിപ്പുകാർ പ്രചരിപ്പിച്ചത് ഈ ലോകത്തിന് എന്തൊക്കെയോ അസാധാരണ ശക്തികൾ ഉണ്ടെന്നും അത് റേഡിയേഷൻ പുറത്തുവിടുമെന്നും ചില പ്രത്യേക ആവശ്യങ്ങൾക്കായി വിദേശത്തേക്ക് വലിയ വിലയ്ക്ക് ഇത് കയറ്റി അയക്കാൻ പറ്റുമെന്നൊക്കെയാണ്. റൈസ് പുള്ളർ അഥവാ നെല്ലിനെ ആകർഷിക്കുന്ന ഇറീഡിയം പോലുള്ള വസ്തുക്കൾക്ക് അന്താരാഷ്ട്ര കമ്പോളത്തിൽ കോടികൾ വിലയുണ്ടെന്നും വിശ്വസിപ്പിച്ചും പല തട്ടിപ്പുകളും നടന്നിട്ടുണ്ട്. തൃശൂരിലെ ഈ തട്ടിപ്പിൽ ഇവർ പറഞ്ഞത് ഈ ലോകം നമ്മുടെ കയ്യിൽ വെച്ചാൽ ഐശ്വര്യമുണ്ടാകുമെന്നും ബാബ ആറ്റോമിക് റിസർച്ച് സെന്ററുമായി തങ്ങൾക്ക് ബന്ധമുണ്ടെന്നും വലിയ ലാഭം കിട്ടുമെന്നും ഒക്കെയാണ്. ഇത് കേട്ടാൽ പലരും വീണുപോകും. ആളുകളുടെ വിശ്വാസം നേടിയെടുക്കാൻ ഇവർ ചെയ്ത ചില വിദ്യകൾ. ഈ തട്ടിപ്പുകാർ വെറുതെ പോയി ആളുകളെ പറ്റിക്കുകയായിരുന്നില്ല. വളരെ സൂക്ഷിച്ചും പ്ലാൻ ചെയ്തുമാണ് ഇവർ ഓരോ നീക്കവും നടത്തിയത്. ആളുകളുടെ വിശ്വാസം പിടിച്ചു പറ്റാൻ ഇവർ പല അടവുകളും പ്രയോഗിച്ചു. വെറും കുറച്ച് പണം മുടക്കിയാൽ വലിയ ലാഭം കിട്ടും എന്നൊക്കെ പറഞ്ഞാൽ ആരും അത്ഭുതപ്പെടും. ഉദാഹരണത്തിന് 1000 രൂപ മുടക്കിയാൽ 1 കോടി രൂപ തിരികെ കിട്ടുമെന്നുമൊക്കെയാണ് ഇവർ വാഗ്ദാനം ചെയ്തത്. ഇറീഡിയം ലോഹം വിദേശത്തേക്ക് കയറ്റി അയച്ചെന്നും അതിന്റെ പണം കിട്ടുന്ന മുറയ്ക്ക് ലാഭം നൽകാമെന്നും ഇവർ വിശ്വസിപ്പിച്ചു. ഇത് കേട്ട് പലരും തങ്ങളുടെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പാദ്യം മൊത്തം ഇവർക്ക് കൊടുത്തു. ഈ തട്ടിപ്പിലെ പ്രധാനി ഹരിസ്വാമി എന്നൊരാളായിരുന്നു. ഇയാൾ പറഞ്ഞത് താൻ കൊൽക്കത്തയിലെ ഒരു മഠത്തിന്റെ തലവനാകാൻ പോവുകയാണെന്നാണ്. ബാങ്കുകളിൽ ആളില്ലാതെ കിടക്കുന്ന വലിയ തുകകൾ പാവപ്പെട്ടവരിലേക്ക് എത്തിക്കാൻ താൻ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കുകയാണെന്നും അതിൽ നിക്ഷേപിച്ചാൽ വലിയ ലാഭം തരാമെന്നും ഇയാൾ പറഞ്ഞു വിശ്വസിപ്പിച്ചു. ഒരു സ്വാമി പറയുമ്പോൾ ആളുകൾക്ക് കൂടുതൽ വിശ്വാസം വരുമല്ലോ. നിക്ഷേപകർക്ക് രേഖയായി ഇവർ കൊടുത്തിരുന്നത് എന്താണെന്നോ? വെറും വെള്ളക്കടലാസിൽ ഇന്ത്യൻ കറൻസികൾ ഒട്ടിച്ചൊപ്പിട്ട രസീതുകളാണ്. ഇതിന് നിയമപരമായി യാതൊരു വിലയുമില്ല. കൂടാതെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പേരിൽ വ്യാജരേഖകളും ഇവർ ഉണ്ടാക്കി. ഇതിൽ നിന്ന് തന്നെ ഇവർക്ക് എത്ര ധൈര്യമുണ്ടെന്ന് മനസ്സിലാക്കാം. തട്ടിപ്പ് നടത്താനായി ഇവർ വലിയ ഹോട്ടലുകളിൽ മീറ്റിംഗുകൾ നടത്തി. അവിടെ വെച്ച് ഒരുപാട് ഏജന്റുമാരെ ഉണ്ടാക്കി. ഈ ഏജന്റുമാർക്ക് വലിയ കമ്മീഷൻ വാഗ്ദാനം ചെയ്ത് അവരിലൂടെ കൂടുതൽ നിക്ഷേപകരെ കണ്ടെത്തി. അതുകൊണ്ട് ഈ തട്ടിപ്പ് വളരെ പെട്ടെന്ന് പടർന്നു പിടിച്ചു. തട്ടിപ്പിലൂടെ കിട്ടിയ പണം ഉപയോഗിച്ച് ഹരിസ്വാമിയും കൂട്ടരും ചില നല്ല കാര്യങ്ങളും ചെയ്തു. ഉദാഹരണത്തിന് നാട്ടുകാർക്ക് 13 വീടുകൾ നിർമ്മിച്ചു നൽകി. ഇത് കണ്ടപ്പോൾ സമൂഹത്തിൽ സ്വാമിക്ക് നല്ല പിള്ള എന്നൊരു പ്രതിച്ഛായ ഉണ്ടായി. ഈ പ്രവൃത്തികൾ കണ്ടപ്പോൾ ആളുകൾക്ക് ഇവരുടെ വാക്കുകളിൽ കൂടുതൽ വിശ്വാസം തോന്നി. വലിയ ആളുകളുമായി ബന്ധമുണ്ടെന്ന് വരുത്തി തീർത്തു. സിനിമാ നടന്മാരായും രാഷ്ട്രീയ നേതാക്കളുമായും തങ്ങൾ ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോകൾ വീട്ടിൽ പ്രദർശിപ്പിച്ചാണ് ഇവർ നിക്ഷേപകരെ വിശ്വസിപ്പിച്ചിരുന്നത്. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ പേരുകൾ പോലും പറഞ്ഞ് തട്ടിപ്പ് നടത്തിയെന്ന വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇത് തങ്ങളുടെ ബന്ധങ്ങൾ എത്ര വലുതാണെന്ന് ആളുകളെ വിശ്വസിപ്പിക്കാൻ സഹായിച്ചു. പണം തിരികെ ചോദിക്കുന്നവരെ ഇവർ ഭീഷണിപ്പെടുത്തി. തനിക്ക് ദിവ്യജ്ഞാനമുണ്ടെന്നും ശപിച്ചാൽ കുടുംബം മുഴുവൻ നശിപ്പിക്കുമെന്നും വരെ ഇയാൾ പറഞ്ഞു. ഇറീഡിയത്തിൽ നിക്ഷേപിച്ച പണം ഒന്നിച്ച് പിൻവലിച്ചാൽ രാജ്യത്തിന്റെ സാമ്പത്തിക സുരക്ഷയെ ബാധിക്കുമെന്നും പറഞ്ഞ് പണം തിരികെ കൊടുക്കാതെ വഞ്ചിച്ചു. ഇത് അവരുടെ ക്രൂരമായ മുഖമാണ് കാണിക്കുന്നത്. പ്രതികൾ ആർക്കും ഫോൺ നമ്പർ കൊടുത്തിരുന്നില്ല. സെൽഫോൺ ഉപയോഗിക്കില്ലെന്ന് നിക്ഷേപകരോട് പറഞ്ഞിരുന്നു. എന്നാൽ ഹരിദാസൻ സ്വന്തം പേരിൽ 13 സിം കാർഡുകൾ എടുത്തതായി പോലീസ് പിന്നീട് കണ്ടെത്തി. ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് അവർ എത്രമാത്രം രഹസ്യ സ്വഭാവം സൂക്ഷിച്ചിരുന്നുവെന്നും തട്ടിപ്പ് പുറത്തറിയാതിരിക്കാൻ ശ്രമിച്ചിരുന്നുവെന്നുമൊക്കെയാണ്. ഈ 500 കോടി രൂപയുടെ തട്ടിപ്പിന് പിന്നിൽ പ്രവർത്തിച്ച പ്രധാനികൾ പെരിഞ്ഞനം സ്വദേശി ഹരിസ്വാമി എന്ന പാപ്പുള്ളി ഹരിദാസൻ, മണവിലാശ്ശേരി താണിശ്ശേരി മണമ്പുറയ്ക്കൽ വീട്ടിൽ ജിഷ, മാടായിക്കോണം മാപ്രാണം വെട്ടിയാട്ടിൽ വീട്ടിൽ പ്രസീത സുരേഷ് എന്നിവരാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞു. ഇരിഞ്ഞാലക്കുട പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്യുകയും കേസെടുക്കുകയും ചെയ്തു. ഈ സംഘത്തിനെതിരെ സമാനമായ തട്ടിപ്പു കേസുകളിലും വേറെയും പരാതികൾ ഉണ്ടെന്ന് പോലീസ് പറയുന്നുണ്ട്. ഹരിദാസന്റെ ഡ്രൈവർ പോലും ഇയാൾക്കെതിരെ തട്ടിപ്പ് പരാതി നൽകിയിട്ടുണ്ട്. ഒട്ടനവധി സാധാരണക്കാരാണ് ഈ തട്ടിപ്പിന് ഇരയായത്. ഇരിഞ്ഞാലക്കുടയിലെ മാപ്രാണം കുഴിക്കാട്ടുശ്ശേരി സ്വദേശി മനോജ് ഇതിലൊരു പ്രധാന ഇരയാണ്. 2018 ഓഗസ്റ്റ് മുതൽ 2019 ജനുവരി വരെ പല തവണകളായി 31,000 രൂപയാണ് ഇയാൾക്ക് നഷ്ടപ്പെട്ടത്.
വെറും 1000 രൂപ നിക്ഷേപിച്ചാൽ 1 കോടി രൂപ തിരിച്ചു തരാമെന്നായിരുന്നു ഇയാൾക്ക് കിട്ടിയ വാഗ്ദാനം. കൽപ്പറമ്പ് കൈതവളപ്പിൽ ജാസ്മി എന്നൊരു സ്ത്രീക്ക് 6 ലക്ഷം രൂപയാണ് നഷ്ടപ്പെട്ടത്. ഇറീഡിയം പരിശോധനയ്ക്ക് വേണ്ട റേഡിയേഷൻ പ്രൂഫ് ജാക്കറ്റ് വാങ്ങാനാണെന്ന് പറഞ്ഞാണ് തട്ടിപ്പുകാർ ഇവരിൽ നിന്ന് പണം വാങ്ങിയത്. 3 ലക്ഷം രൂപ നിക്ഷേപിച്ചാൽ 1 കോടി രൂപ ലാഭം നൽകുമെന്ന് ഭർത്താവിന്റെ സുഹൃത്താണ് ഇവരോട് പറഞ്ഞത്. 2020 ബിസിനസ് സംസാരിക്കാനെന്ന് പറഞ്ഞ് ബംഗളൂരുവിലെ മണിവാളിലേക്ക് വിളിപ്പിച്ചു. അവിടെ വെച്ച് ഇറീഡിയം കാടിനുള്ളിലെ അമ്പലത്തിലാണെന്നും അതിന്റെ പരിശോധനയ്ക്ക് റേഡിയേഷൻ പ്രൂഫ് ജാക്കറ്റ് വേണമെന്നും പറഞ്ഞ് പണം തട്ടിയെടുക്കുകയായിരുന്നു. പണം നൽകി 2 വർഷം കഴിഞ്ഞിട്ടും തിരികെ കിട്ടാതെ വന്നപ്പോഴാണ് ഇവർ പരാതിയുമായി രംഗത്തെത്തിയത്. ഇങ്ങനെയുള്ള എത്രയോ പേർ ഈ തട്ടിപ്പിന് ഇരയായിട്ടുണ്ട്. ചിലർ ഭീഷണി പേടിച്ച് പരാതി കൊടുക്കാൻ മടിച്ചിട്ടുണ്ടാകാം. മറ്റു ചിലർക്ക് നാണക്കേട് കാരണം പരാതിപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ടാകില്ല. 500 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നെന്നാണ് പ്രാഥമികമായി കരുതുന്നത്. ഇതിനർത്ഥം ഇരകളുടെ എണ്ണം വളരെ വലുതാണെന്നാണ്. തൃശൂരിലെ ഇറീഡിയം തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ കേസ് രജിസ്റ്റർ ചെയ്തത് ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിലാണ്. മാപ്രാണം സ്വദേശി മനോജ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു അത്. പിന്നീട് കൂടുതൽ പേർ പരാതികളുമായി മുന്നോട്ട് വന്നു. റൂറൽ എസ്.പിക്ക് പോലും പരാതികൾ ലഭിച്ചു. ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ MS ഷാജൻ, സബ് ഇൻസ്പെക്ടർമാരായ മുഹമ്മദ് റാഷി, ASI ഉമേഷ് എന്നിവർ ചേർന്നാണ് ഹരിസ്വാമി ഉൾപ്പെടെയുള്ള പ്രധാന പ്രതികളെ അറസ്റ്റ് ചെയ്തത്. പ്രതികൾ റിസർവ് ബാങ്കിന്റെ പേരിലും വ്യാജരേഖകൾ ഉണ്ടാക്കിയതായി പോലീസ് കണ്ടെത്തി. പണം തിരികെ തരുന്നതിന് കൃത്യമായ തീയതികൾ പറയാതെയും പറഞ്ഞ തീയതികളിൽ പണം നൽകാതെയും ഇവർ ഒഴിഞ്ഞു മാറുകയായിരുന്നു. ഈ കേസിൽ അന്വേഷണം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും ഇറീഡിയം തട്ടിപ്പ് കേസുകളിൽ ഇടനിലക്കാർക്ക് വലിയ പങ്കുണ്ടാകാറുണ്ട്. തൃശൂർ, കൊച്ചി എന്നിവിടങ്ങളിൽ ഇറീഡിയം തട്ടിപ്പ് സംഘത്തിന്റെ ഇടനിലക്കാർ പ്രവർത്തിക്കുന്നുണ്ടെന്ന് അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഇതുവരെ രജിസ്റ്റർ ചെയ്ത ഇറീഡിയം കേസുകളുടെ വിവരങ്ങൾ പോലീസ് ശേഖരിക്കുന്നുണ്ട്. തൃശൂരിലെ ഇറീഡിയം തട്ടിപ്പ് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. കേരളത്തിൽ മുൻപും റൈസ് പുള്ളർ അഥവാ നെല്ലിനെ ആകർഷിക്കുന്ന ഇറീഡിയം എന്ന പേരിൽ തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട്. ഇത്തരം തട്ടിപ്പുകൾക്ക് പിന്നിൽ വേറെ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വലിയ സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ തട്ടിപ്പുകൾ പലപ്പോഴും ആളുകളുടെ അന്ധവിശ്വാസങ്ങളെയും പെട്ടെന്ന് പണക്കാരനാകാനുള്ള ആഗ്രഹങ്ങളെയും ചൂഷണം ചെയ്തുകൊണ്ടാണ് നടക്കുന്നത്. ഇറീഡിയം പോലുള്ള ലോഹങ്ങൾക്ക് സാധാരണക്കാർക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തത്ര വിലയുണ്ടെന്നും അത് ചില പ്രത്യേക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നുണ്ടെന്നും പറഞ്ഞ് ഇവർ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്നു. ആർക്കും പെട്ടെന്ന് പണക്കാരനാകാൻ സാധിക്കുമെന്നുള്ള ചിന്ത പലരെയും ഇത്തരം തട്ടിപ്പുകളിൽ കൊടുക്കുന്നു. ഇങ്ങനെയുള്ള തട്ടിപ്പുകളിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ ഓരോരുത്തരും ജാഗ്രത പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. വലിയ ലാഭം വാഗ്ദാനം ചെയ്തു വരുന്ന നിക്ഷേപ പദ്ധതികളെ നമ്മൾ സംശയത്തോടെ കാണണം. അനാവശ്യമായ സാമ്പത്തിക പദ്ധതികളിൽ പണം മുടക്കാതിരിക്കുക. ഔദ്യോഗിക സ്ഥാപനങ്ങളാണെന്ന് പറയുന്നവരുടെ രേഖകൾ സൂക്ഷിച്ച് പരിശോധിക്കണം. പണം നിക്ഷേപിക്കും മുൻപ് ആ ധനകാര്യ സ്ഥാപനങ്ങളെക്കുറിച്ചും വ്യക്തികളെക്കുറിച്ചും ശരിയായ അന്വേഷണം നടത്തണം. ഏതെങ്കിലും തരത്തിലുള്ള തട്ടിപ്പ് സംശയിച്ചാൽ ഉടൻ തന്നെ പോലീസിനെ അറിയിക്കണം. നിയമപരമായ മാർഗങ്ങളിലൂടെ അല്ലാതെ പെട്ടെന്ന് പണക്കാരനാകാൻ സാധിക്കില്ല എന്ന തിരിച്ചറിവ് നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. ഇത് ഇത്തരം തട്ടിപ്പുകൾ തടയാൻ അത്യാവശ്യമാണ്. തൃശൂരിലെ ഇറീഡിയം തട്ടിപ്പ് നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു വലിയ പാഠമാണ്. ഇത്തരം സാമ്പത്തിക തട്ടിപ്പുകൾ ഇനിയും ആവർത്തിക്കാതിരിക്കാൻ സമൂഹവും അധികാരികളും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട്. ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണം. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.